ഹലോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാലപ്പമാണ്. പാലപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതാണ് നമ്മളിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ചിലർ കാണുമല്ലോ, പുതുതായിട്ട് കുക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് അരി നല്ലോണം കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക കേട്ടോ. തലേന്ന് ഇട്ടിട്ട് രാത്രി ഇട്ട് രാവിലത്തേക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 5-6 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. അങ്ങനെ അത് കുതിരാൻ വേണ്ടി വെച്ചിട്ട് പിറ്റേന്ന് ആകുമ്പം നമ്മൾ കപ്പി കാച്ചാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കപ്പി ചേർത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഈസ്റ്റേൺ അപ്പപ്പൊടിയാണ്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാധാ അരിപ്പൊടി ഉണ്ടല്ലോ, അതായാലും മതി. അത് 1 കപ്പ് നമ്മൾ ഒരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഒരു കടായിലോട്ടോ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, അത് നമ്മൾ ഇപ്പോൾ ഇതിൽ എനിക്ക് എത്ര വെള്ളം എന്ന് പറയാനായിട്ട് അറിയില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നല്ല സ്മൂത്തായിട്ട് അതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടുന്നത് വരെ നമ്മൾ ഇത് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴൊന്നും ഗ്യാസ് ഓൺ ആക്കരുത്. നമ്മൾ ആദ്യം നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയതിന് ശേഷമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാവൂ. അപ്പോൾ ദാണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് മാവ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അരിപ്പൊടിയല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ലോണം കൈ ഇളക്കാതെ നല്ലോണം ഇതാക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കൈ വെച്ചൊന്ന് വെള്ളത്തിൻ്റെ അത് വെച്ചപ്പോഴത്തേക്ക് തന്നെ കണ്ടില്ലേ കട്ട പിടിക്കുന്നത്. അപ്പം നമ്മൾ കൈ എടുക്കാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി ഇങ്ങനത്തെ ഒരു കുറച്ച് കട്ടയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു തണുക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് ഇത് മാറ്റി വെച്ചേക്കുക കേട്ടോ. അത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത അപ്പപ്പൊടിയുടെയോ അല്ലെങ്കിൽ അരിപ്പൊടി തന്നെ കുറച്ച് 1-2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു തിക്ക് പേസ്റ്റായിട്ട് എടുക്കുക. നല്ല ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ആ ഒരു തിക്ക് പേസ്റ്റ് കിട്ടുന്നവരെ പൊടി ആഡ് ചെയ്തെടുക്കുക. 1-2 സ്പൂൺ മതിയാകും. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സിക്കകത്തോട്ട് നമ്മൾ 1-2 സ്പൂൺ നമ്മളെ കുതിർത്ത് വെച്ച അരിയും പിന്നെ 1 സ്പൂണ് മറ്റേ നമ്മളെ കപ്പി കാച്ചിയതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം 2 കൈപ്പിടി തേങ്ങ ചെരുകിയതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കൈപ്പിടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് അത് നമുക്ക് ഈ മിക്സിയിൽ ഇത് അരയാൻ വേണ്ടിയിട്ട്, മാവ് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്തപ്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചിൽ ഞാൻ അതുകൊണ്ട് വെള്ളം കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് എത്ര നേരം ഒരു മിക്സി ഗ്രൈൻഡർ ആകുമ്പം പെട്ടെന്ന് ഇതാക്കി കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം നേരം വെച്ചേക്കണം. അപ്പോൾ അത് വെച്ചിട്ട് തരിയൊന്നും ഇല്ലാതെ കിട്ടി. അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിനി സെക്കൻഡ് ബാച്ചിന് വേണ്ടിയിട്ട് സെയിം ആദ്യം നമ്മൾ ചെയ്ത കണക്ക് പച്ചരിയും പിന്നെ നമ്മൾ കപ്പി കാച്ചിയതും തേങ്ങ ചിരകിയതും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് ആ സെയിം അളവ് തന്നെയാണ് കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ നേരത്തെ അരച്ച കണക്ക് തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കാം. പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ ചോറ് ചേർക്കാറുണ്ട്, ചിലർ വേറെ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ഓരോരുത്തർ ഐഡിയ വെച്ചിട്ട് ഓരോ ചെയ്യാറുണ്ട്. പിന്നെ റേഷനരി വെച്ച് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് അപ്പം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്തോടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമതും ചെയ്ത് മാവ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചിട്ട് അത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 സ്പൂണ് പഴയ ഒരു അപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ്, മാവ് പുളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയിട്ട് വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് മാവൊന്നും പെട്ടെന്ന് പുളിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പഴയ മാവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ അത് ഓപ്ഷനിലാണ് കേട്ടോ. അത്യാവശ്യം റൂം ടെമ്പറേച്ചറിൽ കുറച്ച് ചെറിയ ചൂട് ഉള്ളതിലാണെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ചോളും. പക്ഷേ ഇവിടെ ഇപ്പം തണുപ്പായി വരുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് പുളിക്കാൻ. 1-2 ദിവസം 2 ദിവസമൊക്കെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ മാവ് ചേർത്ത് കൊടുത്തു. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് സോഡാപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി. അപ്പം എന്ന് പറയുകയാണെങ്കിൽ ഏതൊരു മലയാളിക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണല്ലോ, ഏതിൻ്റെ കൂടെയും സ്യൂട്ടായി പോകുന്ന ഒരു ഐറ്റമാണല്ലോ ഈ അപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു നാടനാണെങ്കിലും അല്ലാതെ
നാടൻ ഇപ്പം മീൻ കറിയുടെ കൂടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും ഏതിൻ്റെ കൂട്ടത്തിലും നല്ല സ്യൂട്ടായിട്ട് പോകുന്നതാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അപ്പച്ചട്ടിയിലോട്ട് നമ്മൾ മാവ് എടുത്ത് നല്ല രീതിയിൽ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.